Hello, Namaskaram. Welcome back to my channel. I am Shanu Shaji. IELTS listening test ഒരു കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എങ്ങനെ 7.5 എന്ന സ്കോർ കിട്ടി എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇൻ കേസ് IELTS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഭാവിയിൽ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം. IELTS ലിസ്ണിംഗുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ടിപ്സും ഞാൻ ഈ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്താണ് IELTSന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, കോച്ചിങ് ക്ലാസ് ഒന്നും പോവാതെ ഒറ്റയ്ക്ക് പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എങ്ങനെ ഞാൻ IELTS പാസ്സായി എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്നും അത്രയ്ക്ക് നല്ലതല്ല, പക്ഷേ കണ്ടന്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് IELTS ലിസ്ണിംഗിന്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. IELTS ലിസ്ണിംഗ് എന്ന് പറയുന്നത് അക്കാഡമിക്കും ജനറലിനും സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസ് വരുന്നില്ല. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് വരുമ്പോൾ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. IELTS ലിസ്ണിംഗ് മോഡ്യൂളിൽ നമുക്ക് 4 സെക്ഷൻസ് ആണ് ഉണ്ടാവുക. ഓരോ സെക്ഷനിലും 10 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. നമുക്ക് 30 മിനിറ്റ്സ് ടൈമാണ്, 30 മിനിറ്റ് സമയമാണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത് ഈ എക്സാമിനേഷൻ. അവസാനത്തേക്ക് 10 മിനിറ്റ് ടൈം കിട്ടുന്നത് ഈ ആൻസർ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് പേപ്പർ ബേസ്ഡ് എക്സാമിനേഷൻ കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് 10 മിനിറ്റ്സ് ടൈം ലാസ്റ്റിലേക്ക് കിട്ടുന്നില്ല. അവർക്ക് 2 മിനിറ്റ്സ് ടൈം ചെക്ക് ചെയ്യാൻ മാത്രമാണ് കിട്ടുന്നത്. കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസിൽ നമ്മൾ ആൻസേഴ്സ് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ IELTS ലിസ്ണിംഗിൽ 4 സെക്ഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 2 സ്പീക്കേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും. 2 സ്പീക്കേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ കാണാൻ സാധിക്കുക. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു മോണോലോഗ് ആയിരിക്കും. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പേര് തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും. 3 തൊട്ട് 4 പേര് വരെ ഉള്ള ഒരു കോൺവെർസേഷൻ ആണ് നമുക്ക് മൂന്നാമത്തെ സെക്ഷനിൽ കാണാൻ സാധിക്കുക. നാലാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സെക്ഷൻ പോലെ തന്നെ ഒരു മോണോലോഗ് ആയിരിക്കും. ഓരോ സെക്ഷൻ കഴിയുമ്പോഴും പ്രോഗ്രസീവായി ടെസ്റ്റിന്റെ ഡിഫിക്കൽട്ടി കുറച്ച് കൂടി വരുന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പല ടൈപ്പ് പല വെറൈറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ ചോയ്സ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, സെന്റൻസ് കംപ്ലീഷൻ, ഫ്ലോ ചാർട്ട് കംപ്ലീഷൻ, നോട്ട്സ്, ഫോംസ്, ടേബിൾ, സമ്മറി, പ്ലാൻ, മാപ്പ്, ക്ലാസിഫിക്കേഷൻ, മാച്ചിങ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇതിന്റെ മാർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ കറക്റ്റ് ആൻസറിന് ഓരോ മാർക്ക് വീതം നമുക്ക് ലഭിക്കുന്നതാണ്. സ്പെല്ലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് തെറ്റായ ആൻസർ ആയിട്ടാണ് കണക്കാക്കുക. അതിന് നമുക്ക് മാർക്കൊന്നും കിട്ടുന്നതായിരിക്കില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധയോടെ വായിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് ലിസ്ണിംഗ് സെക്ഷൻ ഫസ്റ്റ് സെക്ഷനിൽ. റൈറ്റ് നോ മോർ ദാൻ 1 വേർഡ് ആൻഡ് ഓർ എ നമ്പർ ഫോർ ഈച്ച് ആൻസർ. നമുക്കിവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ് നോ മോർ ദാൻ 1 വേർഡ് ആൻഡ് ഓർ എ നമ്പർ ഫോർ ഈച്ച് ആൻസർ. ക്വസ്റ്റ്യനിൽ 1 വേർഡ് ആൻസർ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വേർഡ് ആൻസർ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ആൻസർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഹൈഫനേറ്റഡ് വേർഡ്സ്, ഫോർ എക്സാമ്പിൾ ഫ്ലോ ചാർട്ട്, ആബ്സെന്റ് മൈൻഡഡ്, ഇതൊക്കെ ഒറ്റ വാക്കായിട്ടാണ് കൺസിഡർ ചെയ്യുക. നമുക്ക് സ്പെല്ലിംഗ് പോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും വരുത്താൻ പാടില്ല. ഗ്രാമർ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും തെറ്റായ ആൻസർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലൂറൽ നൗൺ യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് സിംഗുലർ നൗൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ആൻസർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അതിന് നമുക്ക് മാർക്കൊന്നും കിട്ടില്ല. ക്ലിയർ ആയിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. നമുക്ക് വായിക്കാൻ പറ്റാത്ത വളരെ മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും നമുക്ക് സ്കോറൊന്നും കിട്ടില്ല. തെറ്റായ ആൻസർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യാം. ഓഡിയോ റെക്കോർഡിംഗ് കേൾക്കുന്ന ടൈമിൽ നമുക്ക് അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ബ്രിട്ടീഷ് ആക്സൻസ് ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ പൊതുവെ പറയുന്നത് ബ്രിട്ടീഷ് ആക്സെന്റ് കിട്ടാനുള്ള ചാൻസസ് ആണ് വളരെ കൂടുതലെന്നാണ്. IELTS ലിസ്ണിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? IELTS ലിസ്ണിംഗ് ടഫ് ആണോ, ഡിഫിക്കൾട്ട് ആണോ, ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഇറ്റ് ഡിപ്പെൻസ്. ചില ആൾക്കാർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് IELTS ലിസ്ണിംഗ് വളരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടിട്ട് ഇംഗ്ലീഷ് ന്യൂസ് ചാനൽസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ശീലം ഉള്ളത് കൊണ്ടായിരിക്കാം. റീഡിങ്ങും റൈറ്റിംഗ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയൊക്കെ എത്രയോ സിമ്പിൾ ആയിരുന്നു IELTS ലിസ്ണിംഗ് എന്ന് പറയുന്നത്. എനിക്ക് IELTS ലിസ്ണിംഗ് നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു സ്കോർ കിട്ടാൻ സാധ്യതയുള്ള ഒരു മോഡ്യൂൾ തന്നെയാണ്. പലരും പറയുന്നത് IELTS ലിസ്ണിംഗിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വെറുതെ ഇംഗ്ലീഷ് മൂവീസ് കണ്ടാൽ മതി, സീരീസ് കണ്ടാൽ മതി, ന്യൂസ് കേട്ടാൽ മതി, ടെഡ് ടോക്സ് കേട്ടാൽ മതി എന്നൊക്കെയാണ്.
ഇതൊക്കെ നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിസണിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കും. അതിനൊന്നും ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം ഉള്ളത്, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടാണ് എക്സാം ഉള്ളത്, ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടോളൂ, വളരെ നല്ലത് തന്നെ. പക്ഷേ ടൈം കൺസ്ട്രെയിൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വെറുതെ സിനിമ കണ്ടിട്ടോ ന്യൂസ് കേട്ടിട്ടോ കാര്യമില്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ IELTSന് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ടേബിൾ, ഫ്ലോ ചാർട്ട് കംപ്ലീഷൻ, സെന്റൻസ് കംപ്ലീഷൻ, മാപ്പ് പ്ലാൻ പോലെയുള്ള പല ക്വസ്റ്റ്യൻസ് നമുക്ക് IELTSൽ എക്സ്പെക്ട് ചെയ്യാം. ഇതുപോലുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ബുക്സിൽ നിന്ന് കിട്ടും. കുറേയൊക്കെ നമുക്ക് ബുക്സിൽ നിന്ന് കിട്ടും. ബുക്സിൽ നിന്ന് കിട്ടുന്നതല്ലാതെ നമുക്ക് ഇന്റർനെറ്റിൽ നോക്കുക. അപ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യുക. കഴിയുന്ന അത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഏത് ക്വസ്റ്റ്യനിലാണ് നമ്മൾ സ്റ്റക്ക് ആവുന്നത്, ഏതാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. കാരണം IELTS ലിസണിങ് എന്ന് പറയുന്നത് വെറുതെ ലിസൺ ചെയ്താൽ മാത്രം പോരല്ലോ. ലിസണിങ് നമ്മൾ കേൾക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള പല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ഏതിലാണ് നമുക്ക് ഡിഫിക്കൽട്ടി ഉള്ളത്. അപ്പോൾ അങ്ങനെ ഡിഫിക്കൽട്ടി ഉള്ളത് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യുക, ഏതാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എന്നുള്ളത്. എനിക്ക് ബാക്കിയെല്ലാം സിമ്പിളായിരുന്നു. പക്ഷേ ഇതിനകത്ത് തന്നെ മാപ്പ് എന്നുള്ളൊരു സംഭവമുണ്ട്. മാപ്പിൽ മാത്രമാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. കാരണം നമ്മൾ കേൾക്കുന്നത് ഒരാൾ പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴി അതിൻ്റെ ലൊക്കേഷൻ, ലാൻഡ് മാർക്സ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് എനിക്ക് കുറച്ച് ടഫായിട്ടുള്ള സെക്ഷനായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാപ്പിൻ്റെ തന്നെ എനിക്ക് മനസ്സിലായി, പല ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഏതിലാണ് എനിക്ക് ടഫായിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ടഫായിട്ട് വരുന്നത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം. ടഫായിട്ട് വരുന്ന സംഭവം പിന്നെ പല അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പിന്നെ ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടാനും കുറച്ചുകൂടെ നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടാനും സാധ്യതയുണ്ട്. കൂടുതൽ ടൈം അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഇതേപോലെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനൊപ്പം തന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ BBC പോലുള്ള ന്യൂസ് ചാനൽ സൈഡ് ബൈ സൈഡ് കേൾക്കുന്നതും ക്വസ്റ്റ്യൻസ് ചെയ്തതിനൊപ്പം തന്നെ അത് ചെയ്തതിനു ശേഷം നമ്മൾ കേൾക്കുന്നതും നല്ലതായിരിക്കും. കാരണം അതും നമ്മളെ ലിസണിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കും. പക്ഷെ വെറുതെ ഒരു സിനിമ കാണുക അല്ലെങ്കിൽ ന്യൂസ് കേൾക്കുന്നത് കൊണ്ട് മാത്രം വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. മറിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ലിസണിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. പക്ഷെ ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധ ഒന്ന് ചെറുതായിട്ട് തെറ്റിയാൽ തന്നെ ഫുൾ കയ്യിൽ പോകും. നമ്മൾ റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ തന്നെ ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഇത് ഒറ്റ പ്രാവശ്യം മാത്രമേ പ്ലേ ചെയ്യുള്ളൂ. മുന്നേയൊക്കെ ഞാനൊക്കെ എഴുതുന്ന സമയത്ത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എക്സാമ്പിൾ, നമ്മൾ ലിസണിങ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ വരും, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് 2 പ്രാവശ്യം പ്ലേ ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇപ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമേ പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം മുന്നേക്ക് ആൾക്കാർ ആ 2 പ്രാവശ്യം പ്ലേ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധ ശരിക്കും വേണ്ട ഒരു കാര്യം ആണ് ലിസണിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധ തെറ്റിപ്പോകരുത്. അതേമാതിരി തന്നെ നമ്മൾ റെക്കോർഡിംഗ് കേൾക്കുന്നതിനൊപ്പം തന്നെ ആൻസർ ചെയ്യണം. നമ്മൾ റെക്കോർഡിംഗ് കേട്ട് എഴുതുന്ന വഴി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെ സ്റ്റക്കായിട്ട് വെക്കരുത്. അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ മറ്റ് ഫുൾ ആൻസേഴ്സ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് അതിൻ്റെ ആൻസർ ഗസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. കാരണം ഇതിന് നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. അപ്പോൾ ഒന്ന് കിട്ടിയില്ലെങ്കിൽ അതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കരുത്. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ മറ്റ് ആൻസേഴ്സിന് മൊത്തം അത് എഫക്റ്റ് ചെയ്യും. ടെൻഷൻ അടിക്കേണ്ടോ പാനിക് ആവേണ്ട യാതൊരു ആവശ്യമില്ല. നല്ലോണം പ്രിപ്പയർ ചെയ്യുക, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെയും ചെയ്യുക. കോൺസെൻട്രേഷൻ ശരിക്കും ഉണ്ടാവണം, ശ്രദ്ധ ശരിക്കും ഉണ്ടാവണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ലൊരു സ്കോർ കിട്ടാൻ പറ്റിയ ഒന്നാണ് IELTS ലിസണിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.